മോഷണം എന്ന് പറഞ്ഞ ഇതാണ്, കള്ളത്തരം. യുവമാരൊന്നും ചെയ്യേയില്ല, ആരെങ്കിലും ചെയ്യുന്നതിനെ കടിച്ചു മാറ്റി കൊണ്ടുവരും, എന്നിട്ട് സ്വന്തം ലേബലിൽ അതുകൊണ്ട് പുറത്തിറക്കാൻ നോക്കും, എന്നിട്ട് തേയി. ഇതുവരെ സ്ഥിരം പരിപാടിയാണ്. എന്തെന്നല്ലേ, ഇത് കണ്ടു നോക്കും. റോഡപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. कोई भी हॉस्पिटल में, प्राइवेट, पब्लिक, सरकारी, कोई भी, उसको जहां एडमिट किया जाएगा वहां मिनिमम 7 दिन का 1.5 लाख रुपए तक का खर्चा हम देंगे. इसका इंश्योरेंस डिपार्टमेंट से ये पैसा इंश्योरेंस के साथ हमने कोऑर्डिनेशन किया है और ये पैसा इंश्योरेंस की तरफ से हम उनको देंगे. കണ്ടത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലെ ഒരു ഫ്രഷ് പദ്ധതിയാണ്. ആരും പ്രഖ്യാപിക്കാത്തൊരു പുതിയ പദ്ധതി നമ്മുടെ ഗവൺമെന്റ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. അംഗീകരിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിജി, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം 2025 പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അത് കേരളത്തിൽ ഇതുവരെ നടപ്പായി കണ്ടിട്ടില്ല. പക്ഷെ നമ്മളിവിടെ നടപ്പാക്കൂല, കേന്ദ്രത്തിന്റെ പദ്ധതികളൊന്നും നമുക്ക് വേണ്ട. പക്ഷെ നമ്മൾ ഇത് പേര് മാറ്റി ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് നമ്മുടെ സ്വന്തം പദ്ധതിയായിട്ട് ഇതങ്ങ് പ്രഖ്യാപിക്കും. ഈ പദ്ധതി എന്തായിരുന്നല്ലേ നമുക്കത് നോക്കാം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ചികിത്സാ സഹായമാണ്. അതായത് റോഡ് അപകടം പറ്റി 7 ദിവസത്തെ ആശുപത്രിവാസവും അതിന്റെ ചികിത്സയും സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് PM ഭാരത് എന്നാണ്.